കരം എനിക്കൊരു ആവറേജ് സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ ആവറേജ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ചെറിയൊരു വിഷമമുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു 10, 15 മിനിറ്റ് കുറച്ച് ക്രിഞ്ചായിരുന്നു. അപ്പൊ തന്നെ ചെറിയൊരു പേടി വരും. അയ്യോ പടം കൈവിട്ട് പോയോ? പക്ഷെ ഇല്ലാട്ടോ. കണ്ടന്റിലോട്ട് കടന്നപ്പോ ആ ഒരു പടം കുറച്ച് രസമായി മാറി. ഈ സിനിമയുടെ കഥ ഭയങ്കര നോർമലാണ്. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമയെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിനീത് ശ്രീനിവാസൻ രീതിയിൽ പെടച്ച് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. ഭയങ്കര ഓണസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ നടക്കുന്നത് ലെനാർക്കോ എന്ന സ്ഥലത്താണ്. സോ അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ സ്ഥലം, അവിടെ പെട്ട് കഴിഞ്ഞാൽ എന്താ പറ്റണത് ആ ഒരു ഫീൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇന്റർവെൽ തൊട്ട് മുന്നേ. അത് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. പിന്നെ ഒരു കാർ ചേസ് സീക്വൻസ് ഉണ്ട്, അതും പൊളിച്ചു. ഒരു ഒരു ഹോളിവുഡ് ക്വാളിറ്റി നമുക്ക് ഈ സിനിമയിൽ മൊത്തത്തിൽ കിട്ടും, ആദ്യം മുതൽ അവസാനം വരെ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് മൊത്തം പുറം രാജ്യമാണ്. അപ്പൊ ഈ ഫോറിൻ ആക്ടേഴ്സിനെയൊക്കെ വെച്ച് വളരെ വൃത്തിക്ക് തന്നെ, വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ഇവരെയും കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടി മുതൽ വില്ലന്മാരും വലിയവര് വരെ വളരെ വൃത്തിക്ക് തന്നെയാണ് ഇതിനകത്ത് പെർഫോം ചെയ്ത് പോയിരിക്കുന്നത്. അതൊക്കെ വിനീതിന്റെ മിടുക്ക് തന്നെയാണ്. എല്ലാരും കൊണ്ട് ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇതിലൊന്നും ഒരു പോരായ്മ തോന്നിയില്ല. ആ ഒരു പോരായ്മ തോന്നിയത് ഇതിന്റെ റൈറ്റിംഗിലാണ്. നോബൽ ബാബു തോമസിന്റെ റൈറ്റിംഗ്. നോബൽ ബാബു തോമസ് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഒരു ത്രില്ലർ സിനിമ കാണുന്നതിന്റെ ആ ഒരു ഫീലും ആ ഒരു ത്രില്ലും ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ കിട്ടും. പക്ഷെ അതിന്റെ വേറൊരു ഫാക്ടർ ഇതിന്റെ ഷാനിന്റെ മ്യൂസിക് അത് തകർത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതേപോലെ ഇതിന്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഭയങ്കര ഒത്തൊരുമി പണിയെടുത്തുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അങ്ങനെ ഒരു പോരായ്മ തോന്നൂല, റൈറ്റിംഗിലാണെങ്കിലും ഒന്നിലും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് തോന്നും. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സീരിയസ് സബ്ജക്ട് അല്ലെങ്കിൽ ആ കണ്ടന്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറെ സർവൈവൽ സംഭവങ്ങളും കുറെ ത്രില്ലിംഗ് സംഭവങ്ങളും കുറെ ഗ്രിപ്പിംഗ് ആയ കുറെ സംഭവങ്ങളൊക്കെ പിന്നീടാണ് കളി ശരിക്കും മാറുന്നത് സെക്കൻഡ് ഹാഫിൽ. പക്ഷെ അവിടെ ഒന്നും നമുക്ക് ഒരു രീതിയിലുള്ള പഞ്ചോ നമുക്ക് ഒന്നും തോന്നില്ല. അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെ തോന്നുള്ളൂ. ഒരു കോമഡി രീതിയിൽ ആക്കി വെച്ച പോലെ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സീരിയസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു കോമഡി രീതിയിൽ എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ഹാഫ് ബീക്ഡ് അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഫസ്റ്റ് ഹാഫ് വർക്കായി, സെക്കൻഡ് ഹാഫ് ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ നോബൽ ബാബുവിന്റെ റൈറ്റിംഗ് ഒരു വലിയ നെഗറ്റീവാണ്. അതേപോലെ നോബൽ ബാബുവിന്റെ പെർഫോമൻസും ഒരു ഭയങ്കര വീക്കായിട്ട് തോന്നിയത്. എനിക്ക് സിനിമ മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് ആ ഒരു പഞ്ചൊന്നും തോന്നിയില്ല നോബൽ ബാബു അഭിനയിക്കുന്ന സമയത്ത്. എനിക്ക് മൊത്തത്തിൽ പൃഥ്വിരാജ് ഈ ക്യാരക്ടർ ഏറ്റെടുത്തായിരുന്നു എങ്ങനെ ആയെന്ന് തോന്നി. ആ ഒരു ആർമി മാന്റെ ഒരു സംഭവം നമുക്ക് തന്നെ തോന്നി തന്നെ. ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും ആക്ഷൻ സീക്വൻസിനാണെങ്കിലും ഇവിടെ കംപ്ലീറ്റ്ലി ഒരു വീക്ക്നെസ് ആണ് തോന്നിയത്. മൊത്തത്തിൽ ബാക്കിയുള്ളവര് നോബൽ ബാബു ഒഴിച്ച് ബാക്കി എല്ലാവരും പൊളിച്ചു. പക്ഷെ നോബൽ ബാബു ഒരു ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാവരും വളരെ വെടിപ്പോടെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ഹാഫിൽ കുറെ പോരായ്മ ഉണ്ടെങ്കിൽ പോലും ബാബുരാജിന്റെ കുറച്ച് കോമഡി ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ചിരിപ്പിക്കുകയും അതൊക്കെ ഒരു രസകരമായ കുറച്ച് ഫാക്ടേഴ്സ് തന്നെയായിരുന്നു. സത്യമായിട്ടും എനിക്ക് ഈ സെക്കൻഡ് ഹാഫ് ആണ് ഒരു പോരായ്മ. ആ ഒരു ഭയങ്കര ഇഴച്ചിൽ ഫീൽ ചെയ്യും. ഒന്നാമത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒട്ടും ഫ്രഷ് അല്ലാത്ത ഒരു റൈറ്റിംഗ്. നമുക്ക് ഒരു എക്സൈറ്റിംഗ് ഫാക്ടറി സിനിമയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. പഞ്ച് ലൈൻസ് ആണെങ്കിൽ നമുക്ക് ഒട്ടും പഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ആ ഒരു ഗ്രിപ്പിംഗ് ഫാക്ടറും കംപ്ലീറ്റ് സെക്കൻഡ് ഹാഫിൽ മിസ്സിംഗ് ആണ്. പിന്നെ പോസിറ്റീവ് ഫാക്ടറാണ് വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ. പിന്നെ നമുക്ക് ആ ലെനാർക്കോ എന്ന സ്ഥലത്ത് ഒന്ന് പോയാലും തോന്നിപ്പോവും. ജോമൻ ജോൺ അത്രയും നല്ല വിഷ്വൽസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ജോമൻ ജോണൊക്കെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഷാന്റെ സ്കോറിങ്, വില്ലന്മാരുടെ പോർഷൻസ് ഒക്കെ ഷാൻ അടിപൊളിയായിട്ട് തന്നെ ഒരു സ്കോറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലെനാർക്കോയിൽ പോകുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് അത് എപ്പോഴും വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റിയ ഒരു പാട്ടായിട്ട് തോന്നി. പക്ഷെ കുറെ ഇടത്തൊക്കെ ഷാൻ റഹ്മാൻ വേണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോവും. വേറെ ഒരു ബെറ്റർ നമ്മുടെ സുഷിൻ ശ്യാമൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീടും നമുക്ക് കുറച്ചും കൂടെ ത്രില്ലിംഗ് സംഭവം കിട്ടിയെന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്നാൽ പോലും ഷാനിന് പറ്റിയ രീതിയിൽ ഷാൻ പണിയെടുത്തിട്ടുണ്ട്. ഓവറോൾ എനിക്ക് ഇതൊരു ആവറേജ് ത്രില്ലിംഗ് അനുഭവമാണ് കരം എന്ന സിനിമ തന്നത്.